നമ്മൾ പുറത്ത് പോവുകയാണ്. ഇതാരോ നോക്കൂ. ഹായ് പറയൂ. ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, എണീച്ചു. എവിടെ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും, എനിക്കും അറിയില്ല. നോക്കാം. കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് കയറണം. നേരെ കടന്നെങ്കിൽ ഇത്രയുള്ളൂ, ആടുന്ന് ഇടത്തേക്ക് കിടക്കേണ്ടത്. അതിന് സ്റ്റെപ്പ് കീഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ ഇടുക്കെ തന്നെ. അയ്യാ, ആകാശം നോക്കുമ്പോൾ എന്ത് രസം. ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ മുമ്പിൽ വെയിറ്റ് ആക്കാൻ പറഞ്ഞിന്. യെസ്, കറക്റ്റ് സമയത്ത് കോളും വന്നു. അച്ഛൻ എവിടെ ഉണ്ട്? ഇത് അച്ഛൻ്റെ ബോസിന്റെ പഴയ വീട്, അടുത്തേക്ക് വന്നത്. നല്ല രസമല്ലേ പറ. ശരിക്കും വീട് തന്നെയാണ്, അത് കുറേ ഉണ്ട്. നൈസ് പ്ലേസ്, ഒരു റിസോർട്ടിന്റെ വൈബല്ലേ. ഇങ്ങനെ സ്റ്റേക്കേഷനെല്ലാം പോകുന്നില്ലേ, അങ്ങനത്തെ സ്ഥലം. ഇത് മറ്റേ ആലപ്പുഴയിലെല്ലാം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു വീട്. പറഞ്ഞാൽ കൃഷിയെല്ലാം ഉണ്ട്. നോക്കറോ, ആട് നോക്കറോ. ഇത് ഷീപ്പാ ഗോട്ടാപ്പാ? ഗോട്ടും തോന്നുന്നു, താടിയെല്ലാം ഉണ്ട്. ഹായ് ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലാണ് ഇത്. ഒരു ഹായ് പറയൂ. അതന്നെ, എല്ലാം നമ്മളെ നാട് പോലെ ഉണ്ട്. ഇത് അവരെ കൃഷിയും തോന്നുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയായത്. മറ്റേ ചെളി, കണ്ടം. ഒരു സംഭവം കൂടി ഉണ്ട്, ടെന്നീസ് കോർട്ട്. സ്വന്തമായിട്ടൊരു ടെന്നീസ് കോർട്ടുള്ള വീട്. പിന്നെ സ്വിമ്മിങ് പൂള് പറയണ്ടല്ലോ, അത് പിന്നെ ഉണ്ടാവില്ല. വെള്ളമില്ല, പക്ഷേ ഇവിടെ ആരും താമസിക്കാത്തതുകൊണ്ട് വെള്ളമില്ല. പൂളുണ്ട്. ഇത്ര ഡീപ്പ് ഉണ്ടോ സ്വിമ്മിങ് പൂളല്ലോ? ചെറുത്തുനിന്ന് വീട് വെള്ളം ഉണ്ടായി, നമുക്ക് നീന്താൻ പഠിക്കുന്നത്. ആ വീട്ടിൽ ചാലുണ്ടല്ലോ അവിടെ താഴെ, അതിന് നീന്താൻ പഠിച്ചൂടെ? ഇതെന്തോന്ന്, മരം പൊളിഞ്ഞോണ്ട് അത്രേ ഉള്ളു. പക്ഷേ നല്ല വെളി ഉണ്ടായിരുന്നെങ്കിൽ കുറെ ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടായിരുന്നു. ഒരു സാധനം ഉണ്ട്. ദൂരത്താണോ പോടി. സ്റ്റേക്കേഷൻ എല്ലാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ ആ ഒരു എക്സ്പീരിയൻസ്? എത്തി സ്പിനാച്ച്. നിങ്ങൾക്ക് ആരമ്മ സ്പിനാച്ചിൽ കൈവശം തന്നത്? ഉണ്ടായിനി. ഇപ്പോൾ സ്പിനാച്ചായി.